എടാ ടൂറൊക്കെ കൊള്ളാം, പക്ഷേ ഏത് കൈൻഡ് ഓഫ് ടൂറാ നീ ഉദ്ദേശിക്കുന്നേ? എക്കോ ടൂറിസം ആണോ, അഡ്വഞ്ചർ ടൂറിസം ആണോ, ഇനിയിപ്പോ ലീസർ ടൂറിസം ആണോ? കട്ട് ചെയ്ത് ഒരു ടൂർ പോവാന്ന് പറഞ്ഞാല് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരാളോട് ചോദിച്ചാല് ചിലപ്പോ ആള് കട്ട് ചെയ്തിട്ട് പോവല്ലേ. പക്ഷെ നിങ്ങൾ ആരെങ്കിലും നമ്മളൊരു യാത്രയ്ക്ക് പോകുമ്പോൾ ഡെസ്റ്റിനേഷൻസ് എങ്ങനെയുള്ളതാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കുറെ ആളുകൾ ഇപ്പൊ ക്ഷേത്രങ്ങളിലേക്കും പള്ളികളിലേക്കും ഒക്കെ യാത്ര ചെയ്യാറുണ്ട്. അതാണ് റിലീജിയസ് ടൂറിസം. പോട്ടെ, നമുക്ക് കുറച്ച് എക്കോ ടൂറിസത്തിനോടാണ് താല്പര്യമെങ്കിൽ നമ്മൾ ഈ വനമേഖലകളിലൊക്കെ പോകും അല്ലെ, ഇപ്പൊ സൈലന്റ് വാലി പോലെയുള്ള പ്ലേസുകളിലൊക്കെ. അതാണ് എക്കോ ടൂറിസം. ഇനി നിങ്ങൾക്ക് ഈ ഒരു സ്കൈ ഡൈവിംഗ് ഒക്കെ പോലെയുള്ള അഡ്വഞ്ചർ ടൈപ്പ് ടൂറിസിനോടാണ് താല്പര്യമെങ്കിൽ നമുക്ക് അവിടെ ലേസർ ടൂറിസം നമുക്ക് നോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇങ്ങനെ ടൂറിസം എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റിനെ പലതായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് ഇയേഴ്സിന്റെ കോമൺ പേപ്പർ ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത്തരത്തിലുള്ള കൂടുതൽ ക്ലാസ്സുകൾ ഈ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നാണെങ്കിൽ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയെ കോൺടാക്ട് ചെയ്താൽ മതി. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാം.